നമ്മുടെ ജോബി അച്ഛൻ വളരെ നാൾ പണ്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആഘോഷിക്കാനൊരു അവസരം കിട്ടിയെന്ന് തോന്നുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതുവരെ ഒരിക്കലും അച്ഛന് ബർത്ത്ഡേ ആഘോഷിക്കാൻ കിട്ടില്ല. കാരണം ബർത്ത്ഡേക്ക് വിഷ് ചെയ്താൽ പോലും ഫോൺ എടുക്കത്തില്ല. അനുഗ്രഹവും ദൈവവും നൽകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസയും അർപ്പിക്കുന്നുണ്ട്. ദീർഘനാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോബി അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാളെയാണ്. എങ്കിലും ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ അച്ഛൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാനായിട്ട് കഴിഞ്ഞു. അച്ഛന് എല്ലാവിധ ആരോഗ്യവും ദൈവം നൽകട്ടെ. ദീർഘനാൾ ഇനിയും ഇതുപോലെ സേവനം ചെയ്യാനായിട്ട് മാലോക്ക് ഞങ്ങളുടെ ആശ്രമം തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജോബി അച്ഛനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവിടെ വല്ലാത്ത രൂപതയിലെ ചില ഇടവകളിലെല്ലാം പോയി ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്ലാൻ എടുത്തത്. അവസാനം ഈ കുരുമാവിൻ്റെ സബ്സ്റ്റേഷനായ മാലോത്തിൽ അവിടെ ഇങ്ങനെ ഒരു സജഷൻ വന്നു. ഞങ്ങൾ പോയി കണ്ട് എല്ലാവരുടെയും കണ്ട് അതങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടെ തുടങ്ങുന്നത്. അതിനടുത്ത് തന്നെയാണ് ജോബി അച്ഛൻ്റെ വീട്. അതിൻ്റെ അടുത്ത ഇടവക. അപ്പോൾ ജോബി അച്ഛൻ്റെ ചെയ്തുകൊണ്ടായിരുന്നപ്പോൾ എപ്പോഴും പോവുമായിരുന്നു. അവിടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ അവിടെയാണ് ഒരു ഭക്ഷണമൊക്കെ ഒരുക്കുന്നത്. പിന്നെ ഞാൻ പക്ഷേ ഇച്ചിരിയുടെ സീനിയറാണ്. കണ്ടില്ലേ മുടിയൊക്കെ പ്രായത്തിൽ ഇച്ചിരിയുടെ വ്യത്യാസമുണ്ട്. എന്നാലും ഞങ്ങളൊരു ബാച്ചാണ്. ജോബി ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റാണ് ശരിക്കും ഞങ്ങൾക്ക്, ഞങ്ങളുടെ ബാച്ചിനൊക്കെ തന്നെയാണെങ്കിലും. എന്താ പറയുക, എപ്പോഴും ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഉള്ളിൽ. പക്ഷേ ഒരു ചിരിച്ച മുഖമൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു കാര്യമാണ്. നല്ല സന്തോഷവും ഒക്കെ. ആരോഗ്യത്തിൻ്റെതായ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ എല്ലാവരുമായിട്ടും ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ മൊത്തത്തിലൊരു നല്ലൊരു സൗഹൃദം, ഒരു സാഹോദര്യം, അതൊക്കെ ജോബിച്ചിൻ്റെ ഒരു വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ മാത്രമല്ല വീട്ടിലുള്ളവരൊക്കെ തന്നെയാണേലും വളരെ വെൽക്കമിങ് ആണ്. നല്ല ഒരു നല്ല വൈബാണ്. ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ വീട്ടിൽ. ഇതിൽ ആരാണ് ജോമിയോ, ഇതിൽ ആരാണ് ജോമി, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കുറച്ച് കാലം നിലനിന്നു. പിന്നെയാണ് അതിന് അടുത്ത ഇടവേള വഴി വന്നപ്പോഴാണ് മാറിയത്. അച്ഛന് എല്ലാ ആശംസകളും നേരുന്നു. എന്നോട് രാവിലെ കുർബാനയ്ക്ക് വരാനാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് രാവിലെ പോകണം. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്തത് പെട്ടെന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളതിന് സഹകരിച്ച് വന്നു, അത് എന്നെ ഓർമ്മിച്ചു. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അച്ഛനും മറ്റച്ഛന്മാർക്കും അപ്പോൾ സാറിനും ടീമുകൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ആ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഞാൻ നോ പറയാറില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ചെറിയ ചെറിയ കുറച്ച് ഓർമ്മകളൊക്കെ ഉള്ളൂ. നല്ല ഓർമ്മകളൊക്കെ തരുന്ന നിങ്ങളെ എല്ലാവിധ